ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം വരുണിനെയും അഭിലാഷിനെയും തെരഞ്ഞു നടക്കുക കാണാതാവുമ്പോ പിന്നീട് അവര് ഹോസ്പിറ്റലിലേക്ക് വരണേ. അനിയൻകുട്ടന്റെ അടുത്ത് അച്ഛൻ ഇരിപ്പുണ്ട്. അനിയൻകുട്ടൻ കണ്ണു തുറന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ല വിക്രം, എല്ലാം ശരിയാവും. ഞങ്ങളുണ്ട് കൂടെ. ഇതിന്റെയൊക്കെ കണക്ക് നമ്മൾ ഒരുമിച്ച് തീർക്കും. ശേഷം കുറച്ച് പൈസ എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ഇത് കയ്യിലിരിക്കട്ടെ, ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വിക്രമും ഫ്രണ്ട്സും പോകാൻ തുടങ്ങുമ്പോ അനിയൻകുട്ടൻ വിളിക്കാണ്. വിക്രം, നീ ഇവിടെ ഇരിക്കി. ഇതിന്റെ പേരില് ഇനിയൊരു കടം വേണ്ട. ഇത് ഇവിടെ അവസാനിപ്പിക്കണം. അല്ല അനിയൻകുട്ട, നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി എന്ന് അനിയൻകുട്ടൻ പറയും. ഇത്രയും കാലം പോലെയല്ല, നിന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത ഒരു പെൺകുട്ടി കൂടെയുണ്ട്. അത് നീ മനസ്സിലാക്കണം എന്ന് ഇങ്ങനെ കൈ ഉയർത്തി പറയുമ്പോൾ കൈക്ക് ആ വേദന അനുഭവപ്പെടുന്നുണ്ട്. എന്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും 3 ചക്രമുള്ള ഒരു വണ്ടി സംഘടിപ്പിച്ചു തന്നാ പോരെ. അനിയൻകുട്ടൻ ലോട്ടറി കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരിടത്ത് തന്നെ ഇരിക്കാനുള്ള ബോറടിയും മാറിക്കിട്ടും. കമ്മീഷനൊക്കെ ഭയങ്കര വലുതാണ്. അത് തന്നെ മതി എനിക്ക് നന്നായി ജീവിക്കാൻ. ഈ പ്രശ്നത്തിന്റെ പേരില് നീ പ്രതികാരത്തിന് നിന്നാൽ അവരിനിയും തിരിച്ചടിക്കാൻ വരും. കൊണ്ടും കൊടുത്തും ഈ കളി അവസാനിക്കില്ല വിക്രം. നമുക്കിതിവിടെ വെച്ച് മറക്കാം. ഇനി വേണ്ട പ്ലീസ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിക്രമിന്റെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ട് വരികയാണ്. അപ്പോഴായിരിക്കും എന്റെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരമ്മയുടെ പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നത്. ബാലേട്ടാ, നമ്മുടെ മോള് എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് ആ അമ്മയും അച്ഛനും ഒരു പെൺകുട്ടിയെ ബോധമറ്റ ശരീരവുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് വിക്രമും ഫ്രണ്ട്സും അതൊന്നിങ്ങനെ നോക്കുകയാണ്. ജോസഫെ, നമ്മുടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ സാറല്ലേ അത്? ജോസഫ് പറയും, അതെ, ഇപ്പൊ റിട്ടയർഡായി. ആ അമ്മ ഇങ്ങനെ കരയുമ്പോ ബാലേട്ടൻ പറയുന്നുണ്ട്, കരയിലേന്നേ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു വന്നാലും എന്റെ മോളുടെ ജീവിതം എന്താകും? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വിക്രം വന്ന് കാര്യം അന്വേഷിക്കുകയാണ്. ബാലൻ സാർ, ആരാകത്ത്? അവര് രണ്ടുപേരും ഒന്നും പറയാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. അല്പസമയം കഴിഞ്ഞിട്ടാ മോളാണ് പൊള്ളലേറ്റതാ. ഇത് കേൾക്കുമ്പോ അവരെല്ലാവരും ഞെട്ടും. ശാരദ പറയും, അല്ല മോനെ, പൊള്ളിയതല്ല, പൊള്ളിച്ചതാ എന്റെ കുട്ടിയെ അവന്മാരെല്ലാവരും കൂടി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇനി ഒരക്ഷരം പറയാൻ പറ്റാതെ പൊട്ടിക്കരയാണ്. ഇത് കേൾക്കുമ്പോ വിക്രം അച്ഛന്റെ അടുത്തേക്ക് വന്ന് മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണേ. ഒരു കൂട്ടി പിടിക്കല് ആ അദ്ദേഹത്തിനും ആവശ്യമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കരയണവര്. ശേഷം പിന്നീട് ആ കുട്ടിയെ അവിടെ ഹോസ്പിറ്റൽ ICUയിൽ കിടത്തിയിരിക്കണേ. ബോധം വീണിട്ടില്ല. അങ്ങനെ വിക്രമും ഫ്രണ്ട്സും അവിടെ തന്നെ ഉണ്ട്. അല്പസമയം കഴിഞ്ഞാലേ രാമേട്ടാ, ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് നോക്കുമ്പോ ആ അച്ഛൻ കരഞ്ഞോണ്ട് സംഭവിച്ച കാര്യങ്ങൾ പറയണേ. ഇതൊക്കെ കേട്ട് വിക്രമും ഫ്രണ്ട്സും ഞെട്ടിപ്പോകും. അങ്ങനെ വിക്രം ആ കുട്ടിയെ കാണാനായി ICUയിലേക്ക് കയറാണ്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. മുഴുവനും പൊള്ളി. ആ കുട്ടി വേദന സഹിച്ച് എന്നാ ബോധമില്ലാതെ കിടക്കുക. ദേഹം മൊത്തം പൊള്ളിയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അവിടെ കിടത്തിയിരിക്കുന്നത്. വിക്രത്തിനെ അത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. നേഴ്സ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴാണ് വിക്രം അവിടുന്ന് പോകുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം രാമൻ സാറെ കൂട്ടി ശ്രീകാര്യം ശ്രീനിവാസനെ കാണാൻ വന്നിരിക്കണേ. ശ്രീനിവാസരയ്ക്കും ഇങ്ങനെ സംഭവിച്ചിട്ടാണോ രാമൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അച്ഛൻ കരഞ്ഞോണ്ട് പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മകളെ MLA വാസുവിന്റെ മകൻ പിച്ചു ചീന്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയണോ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുമ്പോഴേക്കും അങ്ങോട്ട് പുളിക്കല് വരണേ. പുളിക്കല് വന്നിട്ട് പറയും, MLAയുടെ മകൻ വരുണിനോടൊപ്പം അഭിഷേകം ഉണ്ടായിരുന്നോ സാറിന്റെ മോളെ എന്ന് പറഞ്ഞ് മുഴിപ്പിക്കുന്നില്ല. കാരണം ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോ വരുണിനോടൊപ്പം അഭിലാഷം ഉണ്ടായിരുന്നു എന്നറിയുമ്പോ വിക്രത്തിന്റെ ദേഷ്യം ഇരട്ടിയാവണേ. ഒന്നാമത് അഭിലാഷിനോടിപ്പോ കടുത്ത ദേഷ്യത്തിലാ വിക്രം നിൽക്കുന്നത്. അങ്ങനെ അഭിലാഷം കൂടെ ഉണ്ടെന്ന് അറിയുമ്പോ ശ്രീനി സാറെ വിക്രത്തോടെ അവരും ഇതുപോലെ വേദന അനുഭവിച്ചു കിടക്കണം. ഞാൻ പറഞ്ഞതുപോലെ അവന്റെ സ്ഥലം കണ്ടെത്തി വരികയല്ല വേണ്ടത്. അവരുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇഞ്ചിഞ്ചായി കൊല്ലണം. ആ കുട്ടി അനുഭവിച്ച നരകവേദന അവരോരോരുത്തരും അനുഭവിക്കണം. ഒരു തുണ്ട് ശ്വാസത്തിന് വേണ്ടി അവര് മരണം കാത്തു കിടക്കണം. ഇനിയൊരു പെൺകുട്ടിയും അത് അനുഭവിച്ചുകൂടാ. വിക്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, കേസ് എന്തായാലും അത് വരുന്നിടത്ത് വെച്ച് കാണാം. വിക്രമിനും അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ നിൽക്കണേ. ശേഷം വിക്രം അവരെ അന്വേഷിച്ചിറങ്ങുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ അച്ചമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ വന്ന് സ്ത്രീകളുടെ പ്രദക്ഷിണം ചെയ്യാണ്. അച്ചമ്മ പറയും, ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിച്ച് അത് നടയിലേക്ക് വെച്ചോ. അങ്ങനെ വേദ ആ വിളക്ക് അവിടെ വെക്കുക. അങ്ങനെ അത് അവിടെ വെച്ച് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം ആ വിളക്കങ്ങ് കെട്ടുപോകും. മുഴുവൻ തിരിയും. ഇത് കാണുന്ന വേദയും അച്ചമ്മയും ഞെട്ടിപ്പോവും. അവർ രണ്ടുപേരും ആകെ സങ്കടത്തിലാവും. പിന്നീട് കാണിക്കുന്നത് വിക്രം നേരെ വരുണിന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. വിക്രം വാതിൽ വന്ന് മുട്ടുമ്പോ വരുൺ തന്നെ കതക് തുറന്നു കൊടുക്കുക. വിക്രത്തിനെ കാണുമ്പോ ഞെട്ടും. കയ്യിലെ ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ആ കയ്യിൽ ആ കെട്ടങ്ങ് ഊരി മാറ്റും. അങ്ങനെ വിക്രത്തിനാണെങ്കിൽ ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിയാക്കും. നീ എന്താടാ ഇവിടെ? നിന്നെ കാണാൻ തന്നെ വന്നതാണ് എന്ന് പറഞ്ഞ് അവനെ ചവിട്ടി അകത്തേക്ക് ഇടണേ. ശബ്ദം കേൾക്കുമ്പോ അഭിഷേകും പിന്നെ വേറൊരുത്തനും കൂടെ അവിടെ ഉണ്ട്. അങ്ങനെ അവര് മദ്യപിക്കുക. വിക്രം ആ ഡോറ് ലോക്ക് ചെയ്ത് വരുണിനകത്തിട്ട് ലോക്കാക്കാണ്. ഒരു പാവം പെൺകുട്ടിയെ പിച്ചു ചീന്തി കൊല്ലാൻ നോക്കിയിട്ട് നിനക്കത് ആത്മഹത്യയാക്കണം അല്ലേടാ
എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവൻ അടിക്കണേ. തടയാൻ വരുന്നവരെയൊക്കെ വിക്രം തല്ലുന്നുണ്ട്. അത് കഴിഞ്ഞാലേ അഭിഷേകവും അങ്ങോട്ട് വരണേ. അഭിഷേകവും ഗുണ്ടകൾ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരണേ വിക്രത്തിനെ തല്ലാനായിട്ട്. എന്നാ അവർക്കൊക്കെ വിക്രത്തിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവര് കുടിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന മദ്യക്കുപ്പി എടുത്ത് വരുണിന്റെ തലക്കെറിഞ്ഞു പൊട്ടിക്കും. ഇവർക്കാർക്കും വിക്രത്തെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കുമ്പോ ഒരുത്തൻ ഡോർ തുറന്ന് പുറത്തേക്ക് വിടും. അഭിഷേക് പിന്നാലെ പോവും. അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വരുണും പുറത്ത് കിടക്കണം. വിക്രമിന്റെ മുന്നിലുള്ളത് കാരണം വരുൺ വിക്രത്തെ പിടിച്ച് ഉന്തി സോഫയിലേക്ക് ഇട്ട് അവിടെ നിന്ന് ഓടും. എന്നാ വിക്രം വിടുന്നില്ല. പിന്നാലെ ഓടിച്ചെന്ന് നടു റോട്ടിലിട്ട് കവലയിലൂടെ ഓടിച്ചിട്ട് ഒരു വണ്ടി ഉണ്ടാവും. ഒരു വലിയ ലോറിയാണ്. അയാൾ അതിന്റെ വീലിങ്ങനെ മാറ്റുക. അപ്പോ വിക്രം അവനെ ആ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തിട്ട് ഇടിക്കും. മുഖം വണ്ടിയിൽ കുത്തി വരുൺ താഴെ വീഴുമ്പോ വരുണിന്റെ കാല് പിടിച്ച് ഒട്ടിക്കുകയാണ്. ശേഷം അയാളെ വണ്ടി നന്നാക്കാൻ വെച്ചിരുന്ന ആ ഇരുമ്പ് തണ്ടെടുത്ത് വിക്രം വരുണിന്റെ കാല് തല്ലി ഒടിക്കും. വേണ്ട വിക്രം എന്നിങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും വിക്രം കൈയും കാലും ദേഹത്തും ഒക്കെ ആ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് പരത്തണേ. ഇതെല്ലാം ആൾക്കാർ നോക്കി നിൽക്കുക. ഈ സമയം ഓട്ടോയിൽ വരുന്ന വേദ ഇത് കണ്ട് ഞെട്ടിപ്പോവാ. വിക്രം എന്ന് വിളിച്ച് ഞെട്ടലോടുകൂടി ഇത് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. വിക്രം ദേഷ്യം തീരുന്നത് വരെ അവനെ അടിച്ചുകൊണ്ടേ ഇരിക്കണേ. വിക്രത്തിന്റെ ദേഷ്യം അടങ്ങുന്നത് വരെ. ശേഷം അപ്പുറത്ത് ഒരു കല്ലുണ്ടാവും. അതെടുത്ത് ഇവന്റെ ദേഹത്ത് ഇരുന്നിട്ട് തലയില് അടിച്ചടിച്ച് തല പൊട്ടിക്കണേ. വേദ ഇതൊക്കെ കണ്ട് നിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയുള്ളവരെല്ലാം ഇത് കണ്ട് ഷോക്കാവാണ്. വിക്രമിന്റെ ദേഷ്യവും കലിപ്പം മാറുന്നത് വരെ ആ കരിങ്കല്ല് ഉപയോഗിച്ച് വരുണിന്റെ തലയിൽ ഇങ്ങനെ അത് വെച്ച് ഇടിക്കുന്നുണ്ട്. തല പൊട്ടിച്ചിതറി കിടക്കുക. അങ്ങനെ ആ ക്ഷീണം മാറ്റിയിട്ടാണ് വിക്രം അവിടുന്ന് പോകുന്നത്. വേദ ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുക. ശേഷം വിക്രം അവിടുന്ന് പോയി കഴിഞ്ഞാൽ വേദയും തിരികെ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഓട്ടോക്കാരനൊക്കെ പൈസ കൂടുതലാ കൊടുക്കുന്നത്. ചേച്ചി എന്താ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിരികെ കൊടുക്കും. വേദ വീട്ടിലെത്തി ആ വീടിങ്ങനെ നോക്കിയിട്ട് അവിടുത്തെ ചാരുപടിയിൽ കയറി ഇങ്ങനെ പേടിച്ചിരിക്കണേ. അമ്മ വന്നിട്ട് മോളെ എപ്പോഴാ വന്നത്, എന്തു പറഞ്ഞു അച്ഛമ്മ എന്നൊക്കെ ഇങ്ങനെ വിശേഷം ചോദിച്ച് അടുത്ത് വന്നിരിക്കുമ്പോഴാണ് വേദയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. എന്തു പറ്റി മോളെ, നീയൊക്കെ പേടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് മേലൊക്കെ തൊട്ട് നോക്കും. നെറ്റിയിലൊക്കെ തൊടുമ്പോ നല്ല ചൂടുണ്ടല്ലോ, എന്താ പറ്റിയത് എന്നിങ്ങനെ ടെൻഷനോടെ അമ്മ ചോദിക്കുമ്പോ വേദ മനസ്സിൽ വിചാരിക്കും സംഭവിച്ചത് എന്താണെന്ന്. കണ്ട് എനിക്ക് തന്നെ ഓർക്കാൻ കഴിയുന്നില്ല. ഞാനത് എങ്ങനെ അമ്മയോട് പറയും? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് വിക്രത്തിന്റെ ജീവിതത്തില് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് പാവം മനസ്സുരുകി ഇല്ലാതാവോ എന്നൊക്കെ ആലോചിച്ച് വേദ ഇങ്ങനെ അമ്മയെ ദയനീയമായി നോക്കുകയാണ്. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്